നമസ്കാരം. ഇന്ന് ഞാൻ പിക്ക് ചെയ്തിരിക്കുന്ന പുസ്തകം ക്രൈം ത്രില്ലർ സസ്പെൻസ് സീരീസിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ശിവൻ എടമന എഴുതിയ ന്യൂറോ ഏരിയ എന്ന പുസ്തകമാണ്. പുസ്തകത്തെ പറ്റി പൊതുവായി പറയുകയാണെങ്കിൽ, ഞാൻ ഈ അടുത്തിടയിൽ വായിച്ച ക്രൈം നോവലുകളിൽ വെച്ച് എനിക്ക് വളരെയേറെ സംതൃപ്തി നൽകിയ ഒരു പുസ്തകമാണിത്. കഥാപശ്ചാത്തലം കൊണ്ട് വ്യത്യസ്തമായി നിൽക്കുന്നൊരു ക്രൈം ത്രില്ലർ. വായനക്കാരുടെ മനസ്സിനെ ഒരേ നിമിഷം ഒരുപോലെ മെഡിക്കൽ സയൻസിൻ്റെയും റോബോട്ടിക് സയൻസിൻ്റെയും അത്ഭുത ലോകത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു പുസ്തകം. പുസ്തകത്തിൻ്റെ ആദ്യം തൊട്ട് അവസാനം വരെ സസ്പെൻസ് ഒരേപോലെ നിലനിർത്തിക്കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് എന്നത് നോവലിസ്റ്റിൻ്റെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കഴിവ് തന്നെയാണ്. കഥ നടക്കുന്നത് കൊച്ചിയിലെ ഒരു നൂതന സാങ്കേതിക വിദ്യകളെല്ലാം ഉപയോഗിച്ച് പ്രവർത്തിച്ചു വരുന്ന സതേൺ ഹെൽത്ത് കെയർ ഹോസ്പിറ്റലിനെ കേന്ദ്രീകരിച്ചാണ്. റോബോട്ടിക്സിൻ്റെ സാധ്യതകൾ ഏറെ പ്രയോജനപ്പെടുത്തിയിട്ടുള്ള ആ ഹോസ്പിറ്റലിൽ ഞാടിഞരമ്പുകളെ സംബന്ധിച്ച് കൂടുതൽ പഠനവും ഗവേഷണവും നടന്നുവരുന്ന ഒരു റൂമുണ്ട്. അതിന് ന്യൂറോ ഏരിയ എന്നാണ് പറയപ്പെടുന്നത്. ആ ന്യൂറോ ഏരിയയിൽ അധികം ആർക്കും പ്രവേശിക്കാൻ സാധ്യമല്ല. ചെയർമാനായ ഡോക്ടർ രാഹുൽ ശിവശങ്കർ, പ്രശസ്ത ന്യൂറോ സർജൻ ഡോക്ടർ ഡേവിഡ് ലൂക്ക, സീനിയർ സിസ്റ്റർ താര എന്നിങ്ങനെ 3 പേർക്ക് മാത്രം പ്രവേശിക്കാൻ സാധ്യമാകുന്ന സ്ഥലം. എന്നാൽ ഈ ന്യൂറോ ഏരിയ പെട്ടെന്നൊരു ദിവസം ഹാക്ക് ചെയ്യപ്പെടുന്നു. ചെയർമാനായ ഡോക്ടർ രാഹുലിന് ആക്സിഡൻറ്റ് സംഭവിച്ച് കോമ സ്റ്റേജിലാവുകയും തുടർന്ന് ഡോക്ടർ ഡേവിഡ് ലൂക്ക, സിസ്റ്റർ താര കൊല്ലപ്പെടുകയും ചെയ്യുന്നു. ഹോസ്പിറ്റലിലെ തന്നെ ജൂനിയർ ഡോക്ടറിൽ ഒരാളായ ഡോക്ടർ മീനാക്ഷി ദിനകരന് ന്യൂറോ ഏരിയയിൽ പ്രവേശിക്കാനുള്ള അനുമതി അജ്ഞാതമായി ലഭിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ന്യൂറോ ഏരിയയിലും ഡോക്ടർ മീനാക്ഷിയുടെ ജീവിതത്തിലും നടക്കുന്ന കാര്യങ്ങളെല്ലാമാണ് കഥയിൽ പറയുന്നത്. ആകാംക്ഷ നിറഞ്ഞ രീതിയിൽ വായനക്കാരുടെ മനസ്സിനെ ത്രില്ലടിപ്പിച്ചും എൻഗേജ്ഡായി ഇരുത്തിയിട്ടും ആദ്യം തൊട്ട് അവസാനം വരെ ഈ കഥ നമ്മളെ കൊണ്ടുപോകുന്നു. ഉദ്വേഗം നിറഞ്ഞ ഒട്ടനവധി കഥാമുഹൂർത്തങ്ങളും ചെറിയ ട്വിസ്റ്റുകളോടും കൂടി ചേർത്ത ക്രൈം ത്രില്ലർ തന്നെയാണ് ന്യൂറോ ഏരിയ. സസ്പെൻസ് ക്രൈം ത്രില്ലർ നോവൽസ് വായിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ പുസ്തകം ഒന്ന് വായിക്കേണ്ടത് തന്നെയാണ്. ഒട്ടും നിരുത്സാഹപ്പെടേണ്ടി വരില്ല. പുതിയ നോവലുകളെ പറ്റി കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.